ഹലോ ഗായ്സ്, നമ്മളിപ്പം സൺഡേ യാത്ര നടത്താൻ പോകുന്നത് പരിപാടിയൊന്നുമില്ലാതെ കുറച്ച് വർക്ക് നടത്താനാണ്. നിങ്ങൾക്ക് ബോറടിക്കാതിരിക്കാനാണ് ഇത്രയും സ്പീഡിൽ കാണിക്കുന്നത്. ഇല്ല ലാഗ് നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നതുമാണ് എത്രത്തോളം ലാഗായിരിക്കും നോർമലായിട്ടിട്ട് കാണിച്ചു കഴിഞ്ഞാലൊന്നും ആണ്. ഇല്ല, ഞാനിത് 1 മണിക്കൂറോളം ഇരുന്ന് കളിച്ച് ഇതാക്കി. അത് ഞാൻ 5x സ്പീഡിലാണ് ഇട്ടേക്കുന്നത്. ഇതൊക്കെ സാവധാനം ഇരുന്ന് കളുന്നതായിരുന്നു നല്ലത്. പക്ഷേ ഇത് കാണാൻ വേണ്ടി വലുതായിട്ടൊന്നും ഇല്ലാത്തതിൻ്റെ പേരിലാണ് ഞാൻ കരുതിയത് ഇങ്ങനെയാണ്. പിന്നെ എന്തെങ്കിലും നമ്മൾ കളിക്കുന്ന എല്ലാ വീഡിയോയും അപ്ലോഡ് ചെയ്യാൻ കരുതിയിരിക്കുന്നതുകൊണ്ടാണ്. ആദ്യത്തോട്ടം തന്നെ ചത്തു. ഇതാണ് എൻ്റെ ഫസ്റ്റ് മരണം. ഈ മരണം കഴിഞ്ഞാണ് ഞാൻ ഇതിൽ സത്യം പറഞ്ഞാൽ കൂടുതൽ ഞാൻ മരിക്കുന്നതേ കാണാൻ പറ്റൂ. അതുകൊണ്ട് എവിടെ നിന്ന് ഇറങ്ങി നേരെ ഇത് മരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്നുമല്ല, നല്ല കട്ടിക്ക് മരിക്കുന്നതായിരിക്കും കാണുന്നത്. കാരണം എൻ്റെ കുറേ എക്യുപ്മെൻറ്റ് ഞാൻ കളിച്ച് കളഞ്ഞതാണ്. ഇപ്പം ആ കാണുന്ന സാധനം മൊത്തം ഇപ്പം എൻ്റെ കയ്യിൽ നിന്ന് പോകും. ഇവിടെ ആദ്യം തന്നെ കൊല്ലാൻ വേണ്ടി കുറച്ച് ടീം ഇപ്പോൾ ഉണ്ടായിരുന്നു. അവരെ ആദ്യം ഒരു ടോട്ട് രക്ഷപ്പെടുന്ന വീഡിയോ ഉണ്ടെന്ന് തോന്നുന്നു. എല്ലാ വീഡിയോ ഇല്ലെന്ന് തോന്നുന്നു. നമ്മളിങ്ങനെ നടന്ന് തപ്പി പോകുന്നതാണ്. എന്താണെന്നറിയത്തില്ല. ഇന്നത്തെ ദിവസം രാവിലെ ഈ വീഡിയോ രാവിലെ ഇടാമെന്ന് കരുതിയതാണ്. എന്നാലും ഇന്ന് പ്രത്യേകിച്ച് എന്താണ് പറയേണ്ടതെന്ന് ചോദിച്ചാൽ അറിയത്തില്ല. ഞാനിന്ന് കൂടുതലും ഇത് ചെയ്യാമെന്ന് കരുതിയതാണ്. ജോബ് ചെയ്യാമെന്ന് കരുതിയതാണ്. ഫ്രാക്ഷൻ്റെ ജോബ് ചെയ്യാമെന്ന് കരുതിയതാണ്. പക്ഷേ ജോബ് ചെയ്യാൻ നിനക്ക് കൂടുതലിത് കുറച്ച് നേരം ഫ്രാക്ഷൻ വാർഫെയർ നടത്താമെന്ന് കരുതിയാണ് ഇങ്ങനെ ഇറങ്ങിയത്. പക്ഷെ ഇത്രയും സ്പീഡ് ഇടുന്നതുകൊണ്ട് സംസാരിക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നിക്കുന്നു. ഇത് ഫ്രാക്ഷൻ വാർഫെയർ തന്നെയാണ്. ഇത് എത്രത്തോളം ഫ്രാക്ഷൻ കീഴടക്കുന്നു അത്രത്തോളം ഈ കൊടി വലുതാവും. അത് ഞാൻ ഇന്നാണ് അറിയുന്നത്. ഇന്നത്തെ കളി കാണുമ്പോഴാണ് ഞാൻ സത്യം പറഞ്ഞാൽ അത്രത്തോളം കൊടി വലുതാവും എന്ന് ഞാൻ ഇന്നറിയുന്നത്. കാരണം ഞാനും ഈ ഗെയിമിൽ പുതിയതാണ്. എനിക്ക് ഈ ഗെയിമിനെ പറ്റി വലിയ ധാരണയൊന്നുമില്ല. കളിക്കുന്നു, എല്ലാ ഗെയിമും അങ്ങനെയല്ല. ഞാൻ ക്ലാഷ് ഓഫ് ക്ലാൻ കളിച്ചതും അതേ കണക്ക് തന്നെ പബ്ജി കളിച്ചതും ഇതെല്ലാം ചുമ്മാ ഒരു ഫണ്ണിന് വേണ്ടി കളിക്കുന്നു എന്നതിലുപരി വേറൊന്നുമില്ല. പക്ഷേ ഇത് നമുക്ക് ഓപ്പൺ വേൾഡ് ആയതുകൊണ്ട് ചുമ്മാ ഇരുന്ന് കളിക്കാമെന്നേ ഉള്ളൂ. പക്ഷെ ചുമ്മാ ഇരുന്ന് കളിച്ചാൽ പോരാ. എനിക്ക് പിന്നാണെങ്കിൽ എൻ്റെ കൂടെ കളിക്കാൻ ഒരു 100 പേര് മതി കൂടെ കളിക്കാൻ. അങ്ങനെ കൂടെ കളിക്കാൻ ആളെ കിട്ടാത്തതുണ്ട്. പക്ഷെ കൂടെ കളിക്കാൻ ഒരു 10 പേര്, ഒരു 4 പേര് മതി കൂടെ കളിക്കാൻ. കളി അങ്ങ് ഫണ്ണായാനെ. പക്ഷെ എന്ത് ചെയ്യാൻ, 4 പേര് കൂടെ കളിക്കാൻ വേണ്ടിയുള്ള 4 പേരില്ലാതായിപ്പോയി. എനിക്കൊരു ഗ്രൂപ്പ് തുടങ്ങണമെന്ന് വെച്ചാൽ ഒരു ഇത് തുടങ്ങണമെന്നുണ്ട്. എന്തുവാണ്, ഒരു ഗിൽഡ് തുടങ്ങണമെന്നുണ്ട്. ഇത് പിന്നെ ഗിൽഡാണേ, വേറൊന്നുമല്ല. ഇത് ഗിൽഡാണ്. ഒരു ഗിൽഡ് തുടങ്ങണമെന്നുണ്ട്. പക്ഷേ ഗിൽഡ് തുടങ്ങാൻ വേണ്ടിയുള്ള ഫണ്ടും ഇല്ല, അതേപോലെ തന്നെ ആളും ഇല്ല. ആദ്യം ഫണ്ട് ഒപ്പിക്കാനുള്ള ഓട്ടമാണ് ഓടേണ്ടത്. ഞാൻ ഈ ഫണ്ട് ഒപ്പിക്കാനുള്ള ഓട്ടത്തിലാണ് ഇത് ഓടുന്നത്. പക്ഷേ നമ്മൾ ഇത്ര നേരം കളിച്ചാൽ ഇത്ര എക്യുപ്മെൻറ്റ് വാങ്ങുമ്പോഴത്തേന് നമ്മുടെ കയ്യിലെ ക്യാഷ് പകുതി കുറയും. അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഈ ഗെയിമിൽ. നമ്മളിങ്ങനെ ചാവുന്നിടത്ത് നിന്ന് കഴിഞ്ഞാൽ കൂടുതൽ ഹൈ റിട്ടേൺസ് കിട്ടുമെങ്കിലും അതേ കണക്ക് തന്നെ പെട്ടെന്ന് തന്നെ അത്രയും ലോസും തന്നെ നടക്കും. അതുകൊണ്ടാണ് ഹൈ റിട്ടേൺ ഹൈ ലോസ് എന്നുള്ള രീതിയിലാണ് ഗെയിമിൻ്റെ ഒരു പോളിസി വരുന്നത്. ആ പോളിസിയിൽ നിന്ന് നമ്മൾ എത്രത്തോളം നല്ലോണം കളിക്കുന്നു, അല്ല എത്രത്തോളം കളിക്കുന്നു അത്രത്തോളം ഇതാണ്. അതുമല്ല, ഞാൻ ഇതിനകത്ത് VIP പാക്ക് എടുത്തിട്ടില്ല. അതും ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. VIP പാക്ക് എടുത്തായിരുന്നു എങ്കിൽ നമുക്ക് ഇത്രയും പാട് വരാതെ കളിച്ചേനെ. പക്ഷെ ഇത്രയും സ്പീഡ് ചെയ്ത് കാണാനൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഇന്നത്തെ ഈ വീഡിയോ കഴിഞ്ഞാൽ ഇനി ഇതേണക്ക് ഇത്രയും സ്പീഡ് വീഡിയോ ചെയ്യുന്നതായിരിക്കത്തില്ല. എൻ്റെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് വീഡിയോ ആയിരിക്കും 5x സ്പീഡിൽ കാണിക്കുന്നത്. 1 മണിക്കൂറത്തെ വീഡിയോ വെറും 10 മിനിറ്റ് ആക്കിയതാണ്. അപ്പം മനസ്സിലാക്കണം, അത്രത്തോളം സ്പീഡിലാണ് വീഡിയോ പോകുന്നത്. 1 മണിക്കൂറത്തെ വീഡിയോ 10 മിനിറ്റ്. അല്ലാതെ ഇതൊക്കെ വെറും ലാഗാണ്. ഏറ്റവും പയ്യെ പോകുന്ന മൗണ്ടാണ് ഈ കാണുന്ന ഈ ഓക്സാണ് ഈ മൗണ്ടിനകത്ത് ഏറ്റവും സ്ലോ ഓക്സാണ്. കണ്ടില്ലേ? അതിനേക്കാളും വിലക്കുറവാണ് ഇപ്പം എന്നെ ഓവർടേക്ക് കയറിപ്പോയ ആ മോളെന്ന് പറയുന്ന മൗണ്ട്.
ഭയങ്കര ശോകമാണ് ഈ ഇതിൻ്റെ ഓട്ടവും കാര്യങ്ങളൊക്കെ. നമുക്ക് തന്നെ ഇടയ്ക്കിടയ്ക്ക് പിന്നാണെങ്കിൽ ഭ്രാന്ത് പിടിക്കും ഇതിനെ ഇങ്ങനെ ഓടിച്ച് മേയിച്ചുകൊണ്ട് നടക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഭ്രാന്ത്. പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എന്താണ് ആ കൊടിയില്ലേ. കൊടി കാണിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതിലാന്ന് തോന്നുന്നു ഇതിലാ കൊടിയെന്ന് തോന്നുന്നു. ഇതിലോ കൊടിയുടെ ഇത് നമുക്ക് കാണാൻ പറ്റും. അതിലും ഫിനിഷാക്കിയതാണ്. അപ്പം നമുക്കിവിടെ നോക്കാം, ഓടിച്ചെന്ന് ഇവിടെ കയറി നോക്കാം. എന്തായാലും ഞാൻ ഈ കളികളിടയ്ക്ക് കൊടി വലുതാവുന്ന കണ്ടായിരുന്നു. ആ കൊടി ഭയങ്കരമായിട്ടും വലുതാവുന്ന കണ്ടായിരുന്നു. ഇതിനകത്ത് ഇത്രയും സ്പീഡിൽ കിടക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണാൻ പറ്റാത്തതെന്ന് തോന്നുന്നു. അതോ അടുത്തതിനകത്തോന്നും അറിയത്തില്ല. ഞാനിതുവരെ ആ കൊടി വലുതായത് കണ്ടില്ല. അതുകൊണ്ട് ഇതിൽ കൊടി വലുതായതുണ്ട്. കണ്ടോ ആ കൊടി എത്രത്തോളം വലുതായെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു? ആ കൊടി വലുതാവും. ആ കൊടി വലുതാവാൻ വേണ്ടി ആ കൊടി എടുക്കാൻ ശ്രമിച്ചായിരുന്നു. പക്ഷേ എനിക്ക് കൊടി എടുക്കാനുള്ള ഭാഗ്യം കിട്ടിയില്ല. ഇപ്പോഴും ഒരു കൊടി എടുക്കാൻ വേണ്ടിയുള്ള പോക്കാണ് ഈ നേരെ പോകുന്നത്. ഈ നേരെ പോയി അപ്പുറം നോക്കുമ്പം അവിടെ ആ സൈഡിലൊരു കൊടി ഇരിക്കുന്നത് കണ്ടോ? ആ കൊടി എടുക്കാൻ വേണ്ടിയുള്ളൊരു യാത്ര ഞാൻ നടത്തിയായിരുന്നു. പക്ഷേ ആ കൊടി എടുക്കാൻ യാത്ര നടത്തിയാലും ഒരു ടൈമുണ്ട്. ആ ടൈം വഴി അത് ആ കൊടി എടുക്കാൻ ഒക്കത്തില്ല. നിങ്ങൾ ആ കൊടി കണ്ടല്ലോ, നമ്മുടെ വലിയ കൊടി കണ്ടല്ലോ നിങ്ങൾ. ആ വലിയ കൊടി എത്രത്തോളം തുടക്കം നമ്മൾ പിക്ക് ചെയ്യാൻ നേരത്തെ എത്രത്തോളം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കാണുന്ന കൊടിയുടെ അത്രയേ ഉള്ളൂ. ഈ കൊടിയുടെ അത്രയുന്ന കൊടിയാണ് നമ്മൾ പിക്ക് ചെയ്ത് വലുതാകുന്നത്. ഓരോ ഫ്രാക്ഷൻ്റെ ഓരോ ഓരോ പോസ്റ്റും പിന്നെ നമ്മൾ കീഴടക്കും തോറും നമ്മുടെ കൊടി വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കൊടി വലുതാക്കിയിട്ടാണ് നമ്മളെ ഇതിനകത്ത്. എന്നിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ വയ്യ. കാരണം ഞാനും കൊടി വെച്ച് ഒത്തിരി കളിച്ചിട്ടില്ല. ഇപ്പം നിങ്ങളിത് കണ്ടാൽ പോലും ഇതിനകത്ത് പകുതി പേരും ഇന്തോനേഷ്യക്കാരും അതേ കണക്ക് ഇതുമാണ്. അതാണ്ടേ ഇവിടെ ആരോ വന്ന് എന്നെ അറ്റാക്ക് ചെയ്തു, ഞാൻ ചത്തു. പിന്നെയും ബാക്കിലോട്ടാണ് വരുന്നത്. കാരണം ഇതെല്ലാം പിന്നാണെങ്കിൽ സേഫ് റീജിയനിൽ ചാവുന്നതുകൊണ്ട് ഇതില്ലാതെ ഇരിക്കുകയാണ്. അതുകൊണ്ട് വന്ന് കയറിയില്ല, അടുത്തതും ചത്തു. അത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത സ്ഥലത്തോട്ടാണ് പോകുന്നത്. നമ്മൾ ഓരോരോ പോസ്റ്റിലാണ് മാറുന്നത്. കാരണം നമ്മുടെ പോസ്റ്റ് അവിടെ നിലവിലുണ്ട് എങ്കിൽ നമുക്കത്ര ഇത് വരത്തില്ല. പോസ്റ്റ് അത്ര സമയം നിലവിലില്ല എങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെയാണെങ്കിൽ അടുത്ത ഇതിലോട്ട് മാറും. പക്ഷേ നമ്മുടെ ഗ്രൂപ്പ് എങ്ങോട്ട് പോയെന്നറിയാൻ വയ്യാത്തതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പോൾ ഈ ഗ്രൂപ്പൊന്നും നമ്മൾ ഈ കയറിയ കോണ്ടൻറ്റിലില്ല, ഇതിന് പുറത്താണ്. അതുകൊണ്ടാണ് ഈ മൊത്തം പേരും പിന്നാണെങ്കിൽ തെറ്റ് കാണിച്ചേക്കുന്നത്. അതും ഭയങ്കര ഇതാണ്. പക്ഷെ അറിയാവുന്നവരാണ് നമ്മുടെ കൂടെ കളിക്കുന്നതെങ്കിൽ നമുക്ക് ആ ഒരു പ്രശ്നം വരുന്നതല്ല. അത് ഏറ്റവും വലിയത്. അതാണ് ഞാൻ കുറച്ച് പേരെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയുള്ളൊരു തയ്യാറെടുപ്പിലാണ് നിൽക്കുന്നത്. പക്ഷേ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി ഇതുവരെ ആരും നമ്മുടെ കൂടെ കളി ചെയ്തില്ല. 2-3 മലയാളികളെ ഞാൻ കണ്ടു. പക്ഷേ എന്നാൽ പോലും റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി അത്രയും ഒരു മനുഷ്യനും ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. ആരെങ്കിലും ഒരു 10 പേര് മതി. ഒത്തിരി പേരൊക്കെ വന്ന് കളിക്കുന്നതിനൊക്കെ നല്ലത് 10 പേര് കട്ടയ്ക്ക് കൂടെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് കിടിലം വെക്കാം എന്നാണ് എൻ്റെ ഒരു ചിന്താഗതി. പക്ഷേ എന്ത് ചെയ്യാം, ആ 10 പേരെ കിട്ടാനാണ് പാട്. ആ 10 പേരെ കിട്ടിയാൽ മതി. 10 പേര്, ഒത്തിരിയൊന്നും വേണ്ട, 10 പേര്. ആ 10 പേര് ആരെങ്കിലുമൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നേരെ ഞാൻ ഇപ്പം ഫ്രോസ്റ്റലിങ്ങിലാണ് നിൽക്കുന്നത്. അപ്പം ഫ്രോസ്റ്റലിങ്ങിൽ വരിക, വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് മലയാളി എന്ന് തന്നെയാണെങ്കിൽ ആ ഗ്രൂപ്പ് ചാറ്റിനകത്ത് താഴെ ചാറ്റുണ്ടോ, ചാറ്റിനകത്ത് തന്നെ മലയാളി എന്ന് അടിച്ചാൽ മതി. അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാ ദിവസവും പിന്നെ കയറുന്നതിന് മുമ്പ് എന്തോ അടയാളം തരണമെന്ന് എനിക്കറിയാൻ വയ്യ. ഫ്രോസ്റ്റലിലാണ് ഞാൻ നിൽക്കുന്നത്. അല്ല, എനിക്ക് പിന്നെന്നെങ്കിൽ എൻ്റെ ഈ വീഡിയോയുടെ താഴെ പിന്നെ മെസ്സേജ് ഇട്ടാൽ മതി. നിങ്ങൾ എപ്പോഴാണ് കയറുന്നത്, ടൈമാണ് നിങ്ങൾ മെസ്സേജ് ഇട്ടിരുന്നാൽ മതി. ടൈമിൽ കയറും, ടൈമിൽ ഫ്രോസ്റ്റലിലെത്തും. ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ ഇപ്പം ഞാൻ എടുത്തതൊക്കെ സത്യം പറഞ്ഞാൽ ഇതാണക്ക് എന്നെപ്പോലെ കളിച്ചൊരു വ്യക്തിയെ ആരൊക്കെയോ കൊന്നു കുഴിച്ചു കൂടിയതാണ്. അവരുടെ കയ്യിൽ നിന്ന് പിന്നാണെങ്കിൽ നമ്മൾ പിന്നാണെങ്കിൽ എടുത്തതാണ് അധികം വന്ന സാധനം. അവന്മാർക്ക് പിന്നാണെങ്കിൽ ഈ മൗണ്ട് ഫില്ലായതിൻ്റെ പേരിലായിരിക്കും ഇത്. മൗണ്ട് ഫില്ലായാലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൂവ്മെൻറ്റ് ഭയങ്കര ലാഗായിട്ടേ നടക്കത്തുള്ളായിരിക്കും. ഇങ്ങനെ ഓടി നടക്കാം. ഇത് വാസ്റ്റ് സ്ഥലമായതുകൊണ്ടേ ഒത്തിരി ഓടാം. നമ്മളിതിൻ്റെ ഒരു സത്യം പറഞ്ഞ ഒരു 10%
അല്ലെ 15% മൊത്തം നമ്മൾ കവർ ചെയ്തിട്ടുള്ളൂ. അല്ല അതിൽ കൂടുതലൊന്നും നമ്മളിതിനകത്ത് കവർ ചെയ്തിട്ടില്ല. നമ്മൾ വെറും 10% നമ്മൾ കവർ ചെയ്തിട്ടുള്ളൂ. ഇതിനകത്ത് ഫുൾ കോണ്ടിനെൻറ്റിൽ നിന്ന് 10% കണ്ടുള്ളൂ. ഇത് കോണ്ടിനെൻ്റ് ഏറ്റവും ചെറിയ കോണ്ടിലാണ് ഫ്രാക്ഷൻ ഫയർ നടക്കുന്നത്. മെയിൻ കോണ്ടിനെൻ്റ് ഉണ്ട്, പക്ഷേ മെയിൻ കോണ്ടിനെൻ്റ് പിന്നെ ഗിൽഡ് പരമായിട്ടുള്ള കളികൾ കളിക്കാൻ പറ്റും. അതിന് നമുക്ക് ഗ്രൂപ്പ് വേണം. ആ ഗ്രൂപ്പിന് വേണ്ടിയാണ് ഞാൻ ആളെ തപ്പി എടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ ഗ്രൂപ്പിലോട്ട് കളിക്കാൻ വേണ്ടി ആരും ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ നമുക്ക് ഒരു 10 പേരുണ്ടായിരുന്നെങ്കിൽ ആ ഗ്രൂപ്പിലോട്ട് വന്ന് കയറുക, നമുക്ക് അവിടെ ഒരു ഗിൽഡ് ഹാളും കാര്യങ്ങളും ഇതൊക്കെ ചെയ്ത് ആൽബിയോണൊക്കെ നമുക്ക് പിന്നാണെങ്കിൽ ആൽബിയൻ റോഡൊക്കെ നമുക്ക് നമ്മുടെ സ്വന്തമാക്കാമായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ, ആൽബിയോൺ നമ്മൾ സ്വന്തമാക്കണം എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് അതിനായുള്ള പ്ലേയേഴ്സ് വേണം. സോ ഈ വീഡിയോ ഞാൻ പ്ലേയേഴ്സിനെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി എടുക്കുന്നതായിട്ട് കണക്കാക്കിയാൽ മതി. ഞാൻ എൻ്റെ കൂടെ ആൽബിയൻ കളിക്കുന്ന എല്ലാ മലയാളികളെയും ഞാൻ വെൽക്കം ചെയ്യുകയാണ്. ഞാനൊരു ഗിൽഡ് രൂപീകരിക്കാൻ പോവാണ്. നമുക്ക് ആ ഗിൽഡ് വെച്ച് നമുക്കൊരു ഇതാക്കാം. അതുകൊണ്ട് എൻ്റെ മരണമാണിത്, കണ്ടില്ലേ, ഇതെൻ്റെ മരണമാണ്. ഇതേ കണക്ക് കഴപ്പ് മൂത്തവന്മാരൊക്കെ വന്ന് കൊന്ന് കുഴിച്ചു മൂടുവാണ് മാൻ. എൻ്റെ കൂടെ കളിക്കാൻ വാ മാൻ. നമുക്കും ഇതാണെങ്കിൽ കഴപ്പ് കാണിക്കാൻ മാൻ, അല്ല എന്താണ്. അതുകൊണ്ടാണ് മാൻ എല്ലാവരെയും വിളിക്കുന്നത്. എല്ലാവരും, ആരുമില്ലാതെ എല്ലാവരും വരണം.